എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് results.hse.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഈ വർഷത്തെ +1 ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണിയോടെയാണ് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻ്റ് ഈ ഒരു ഫസ്റ്റ് ഇയർ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് results.hse.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 3 മണിയോടെ നിങ്ങളുടെ പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അപ്കമിംഗ് റിസൾട്ടായിട്ട് തന്നെ VHSE NSQ ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, HSE ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്നിങ്ങനെയുള്ള റിസൾട്ടുകളുടെ ആ ഒരു ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HSCയുടെ ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്നുള്ള മറ്റൊരു ലിങ്ക് കൂടി വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്നുള്ള ഭാഗത്താണ് നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നോ എന്നുള്ളത്. ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ട് ഏകദേശം 27 ദിവസത്തോളം ആയിട്ടുണ്ട്, അതായത് ഏകദേശം 1 മാസത്തിനടുത്തായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പരിശോധിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +1ൻ്റെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ഈ ഒരു പേജിൽ ഇവിടെ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഇന്ന് 3 മണിക്ക് ശേഷം എക്സാംസ് എന്നുള്ള ഭാഗത്ത് HSC VHSE ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് 2-3 ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. VHSE NSQFൻ്റെയും ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം അതിന് നേരെയുള്ള ചെക്ക് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇതുപോലെയാണ് ആ ഒരു പേജ് കാണാൻ പറ്റുക. ഇത് +2ൻ്റെ റിസൾട്ടിൻ്റെ പേജാണ്. അപ്പോൾ ഈ ഒരു സെയിം മോഡൽ പേജാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് മാസമാണ്, ഏത് ദിവസമാണ്, ഏത് വർഷമാണ് ജനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ഇവിടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ടുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, അത് നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്ത ശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാം. ചില സമയത്ത് എറർ വരും, അത് ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം എന്തെങ്കിലും മാറ്റം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് മാറ്റുന്നതിനായിട്ട് നിങ്ങൾ റിന്യൂ ബട്ടൺ ഇവിടെ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഇവിടെ ഇപ്പുറത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങളെയാണ് സാധാരണ ക്യാപ്ച എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ച് അത് ഇന്ന് 3 മണിക്ക് ശേഷം പിന്നീട് 4 മണിയോടെ നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അതായത് 5 മണിയൊക്കെ ആവുന്ന സമയത്തായിരിക്കും PDF ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇംഗ്ലീഷ് അക്ഷരം നിങ്ങൾ ആ ഒരു സമയത്ത് എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഡൗൺലോഡ് PDFൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യരുത്, ഡൗൺലോഡ് PDFൽ ക്ലിക്ക് ചെയ്യുക. കാരണം PDF ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം PDF എന്ന് പറയുന്നത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ PDF ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ 123456A എന്നാണെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്ത് 01/01/2000 ആണെങ്കിൽ ഇവിടെ 123456A. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിന് അവിടെ ഈ ഒരു ഫോമാറ്റിലാണ് കൊടുക്കേണ്ടത്. ആദ്യം ഡേ വരുന്ന രീതിയിൽ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ 3 ജൂൺ 2009 ജനിച്ചതെങ്കിൽ 03, അതുപോലെ തന്നെ 06, അതുപോലെ തന്നെ 2009, ഈ ഒരു രീതിയിലാണ് ഈ ഒരു നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടത്. ഇതിനിടയിലായിട്ട് കൊമയോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടിൻ്റെ PDF കിട്ടുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. +2 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ +2ന് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, അത്ര മാത്രമേ പിന്നീട് ചെയ്യാനായിട്ടുള്ളൂ. അതുപോലെ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കുക ജൂണിലല്ല,
2026 മാർച്ച് മാസത്തിലെ +1 പബ്ലിക് എക്സാമിനേഷന് കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് +2 പരീക്ഷ കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ്, അതായത് ഒരു ദിവസം +2 പരീക്ഷ, പിന്നീട് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി വേണ്ടവർക്ക് അതിന്, അതുപോലെ ഫോട്ടോ കോപ്പി വേണ്ടവർക്ക് അതിന് ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് മാർച്ച് മാസത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ +2ൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് ഉണ്ടാവുക, ആ ഒരു സമയത്താണ് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ +2 നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.